മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് വ്യക്തികൾ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ജ്യോതിഷം തന്നെ അറിയാമോ എന്ന് ഇപ്പൊ സംശയമാണെന്ന്. തീർച്ചയായിട്ടും ഈ ലോകത്തിലെ മഹാസാഗരം മാതിരി അറിവുള്ള ഒരു മണ്ഡലത്തില് നമ്മളുടെ അറിവൊക്കെ പരിമിതമാണ്. അതുകൊണ്ട് ശരിക്കും അറിവുണ്ടോ എന്ന് സംശയിക്കുന്നത് ലോജിക്കലാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ പഠിക്കാൻ സാധിക്കുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പഠിച്ചു. അത് സാമാന്യം നല്ല രീതിയിൽ വിവരിച്ചു കൊടുക്കാറുണ്ട് അംഗീകരിക്കുന്നവർക്ക്. പക്ഷേ ഒരിക്കലും അത് വഴിതെറ്റിക്കാനല്ല. ഏതോ ഒരു പുരാണത്തിൽ 37 വർഷം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പുരാണത്തിൽ 45 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും പുരാണങ്ങളിൽ കപില മഹർഷി അമ്മയായ ദേവഹൂതിക്ക് ജ്യോതിഷത്തെക്കുറിച്ചും അതുപോലെ വൈശേഷികത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും ന്യായശാസ്ത്രത്തെക്കുറിച്ചും പൂർവമീമാംസയെക്കുറിച്ചും ഉത്തരമീമാംസയെക്കുറിച്ചും പറയുന്നത് 10 ജന്മം പഠിച്ചാലും ഈ ഒരു ദർശനം പഠിക്കാൻ സാധിക്കില്ല എന്നാണ്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. വളരെയധികം വികാരം കൊള്ളേണ്ട കാര്യമില്ല. ഞാൻ ഒരു സ്ഥലത്ത് ജ്യോതിഷത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലപ്പുറത്താണെന്ന് തോന്നുന്നു. കുറച്ച് മംഗലാപുരത്തെ ഗ്രൂപ്പ്, കാസർഗോഡ് മംഗലാപുരത്തെ ഗ്രൂപ്പുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ AKGയുടെ വീട് തറവാടുള്ളതിൻ്റെ അടുത്ത ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി, എനിക്കത് കിട്ടണില്ല. എന്നാലും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെ പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. നല്ല പ്രതികരണമായിരുന്നു. നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നല്ല പ്രതികരണമായിരുന്നു. ധാരാളം മുസ്ലിങ്ങൾ പർദ്ദയിട്ട് തൊഴാൻ വരുന്ന ഒരു അമ്പലവും കൂടിയാണത്. ആ അമ്പലത്തിൽ നമ്മൾ ഈ പ്രഭാഷണമൊക്കെ നടത്തുമ്പോഴത്തേക്കും പറയുകയുണ്ടായി, അവിടുന്ന് ഒരാൾ പറയുകയുണ്ടായി, സാറേ ദേവപ്രശ്നം വെച്ച് ഈ അമ്പലത്തിലോ ഒരമ്പലത്തിലോ പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു. ആ പ്രശ്നം വെച്ചാൽ ദീർഘിച്ച് പറയുന്നില്ല, പെട്ടെന്ന് തീർത്തേക്കാം. ആ ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്കും വിഗ്രഹത്തിൽ വിള്ളലുണ്ട്, പുതിയ വിഗ്രഹം വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പുതിയ വിഗ്രഹം ഉണ്ടാക്കി. അത് പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും ഡേറ്റും സമയമൊക്കെ തീരുമാനിച്ചു, തന്ത്രിയൊക്കെ. ഇപ്പൊ ഈ ദേവഹിതം എങ്ങനെയാണ് എന്നറിയാനായിട്ട് വേറൊരാളെ പ്രശ്നം വെക്കാൻ കൊണ്ടുവന്നു. ആദ്യത്തെ ആൾക്ക് എന്തോ സുഖമില്ലെന്നോ അയാള് എന്തോ സംഭവിച്ചു, എക്സോർവായി. വേറൊരാളാണ് വന്നത്, നല്ല ജ്യോത്സ്യനാണ്, ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ജ്യോത്സ്യൻ. ഞാൻ നല്ലതെന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തതല്ല. അപ്പൊ അയാൾക്ക് അവിടെ വെച്ച് പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, ഈ വിഗ്രഹമല്ല അവിടെ പ്രതിഷ്ഠിക്കേണ്ടത്. ഈ അമ്പലത്തിലെ ഒറിജിനൽ വിഗ്രഹം ഇവിടത്തെ കുളത്തിലുണ്ട്. അപ്പൊ ആ കുളത്തിലെ വിഗ്രഹം വെച്ചിട്ട് വേണം പ്രതിഷ്ഠിക്കാൻ. എല്ലാവരും കൺഫ്യൂഷനായി. ആ അമ്പലത്തിലെ കുളം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ അത്രയും കുളത്തിലേക്ക് താഴ്ചയുണ്ട്. മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് നോക്കിയാൽ തല കറങ്ങും, ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഭൂമി തന്നെ കറങ്ങുന്നതായിട്ട് തോന്നും. മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് നോക്കിയാൽ തലയെ കറങ്ങുള്ളൂ, ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഭൂമി തന്നെ കറങ്ങുന്നതായിട്ട് തോന്നും. ഞങ്ങളത് അനുഭവിച്ചു, അതുകൊണ്ട് നേരിട്ട് കണ്ടതാ. ഏതായാലും ചടങ്ങുകൾ നിർത്തി 5.5 ലക്ഷം 6 ലക്ഷം രൂപ മുടക്കി പമ്പുകൾ കൊണ്ടുവന്ന് കുളം പറ്റിച്ചു. ഒരു കരിങ്കൽ കഷ്ണം പോലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല അതിനകത്തുനിന്ന്. ഞാൻ ഈ പ്രഭാഷണത്തിൽ മലപ്പുറത്ത് ഇത് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഒന്നുകൂടി പറഞ്ഞു, ദേവപ്രശ്നം വെക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നുമല്ല. പല അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കും ആ പ്രശ്നം വെച്ചിട്ട് ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്ന വഴി നല്ലതാണ്. പക്ഷെ പുതിയൊരു വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി എന്തിനും ആവശ്യമില്ലാതെ ആ കുളം പറ്റിച്ച് മൊത്തം ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തി ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആട്ടർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തിനാ? അതങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ വഴിയിലൂടെ പോയാൽ പോരായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ അമ്പലത്തിലെ ഉടമസ്ഥരിൽ ഒരാൾക്ക്, ഇല്ല ട്രസ്റ്റികളിൽ ഒരാൾക്ക്, റിയൽ ഉടമസ്ഥരാണ് കേട്ടോ, ടെമ്പററി ട്രസ്റ്റികളല്ല, പെർമനന്റ് ട്രസ്റ്റികളിൽ ഒരാള് വികാരം കൊണ്ട് അങ്ങ് വാശി പിടിച്ച് വെള്ളമടിച്ച ആളെ പോലെ പ്രതികരിച്ചു. അയാളുടെ ബ്രദേഴ്സും മറ്റുള്ളവരൊക്കെ ഇയാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ നിയന്ത്രിക്കണില്ല. ഒരു അമ്പലത്തിൽ പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ദേവപ്രശ്നവും അബദ്ധം പറ്റുമെന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, ഞാൻ തെളിവ് തരാം. ഇങ്ങനെ പ്രശ്നം വെച്ച് കഴിഞ്ഞ്
പൂർണ്ണ പരിഹാരം കണ്ടിരിക്കുന്നതിന് ആയിരക്കണക്കിന് തെളിവുകൾ ഞാൻ തരാം എന്ന് പറഞ്ഞു. ഞാൻ അതിനെ പ്രതികരിക്കാനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞത് പകുതി മനസ്സിലാക്കിയിട്ടോ മനസ്സിലാക്കാതെയാണോ അയാൾ കിടന്ന് തുള്ളിയത്. അയാളെ നോർമലാക്കലൊന്നും എൻ്റെ ജോലിയൊന്നുമല്ല. ഏതായാലും നമ്മൾ പ്രഭാഷണം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ ഈ ഒരു വരി പറയാൻ കാരണം, ഒരു നന്മ എല്ലാ അറിവിലും നന്മകളുണ്ട്, വാസ്തുവിലും നന്മകളുണ്ട്. പക്ഷെ പ്രയോഗിക്കുന്നവർ കാണിക്കുന്ന കുഴപ്പമാണ്. പ്രശ്നം വെക്കലിലും കുറേ നന്മകളൊക്കെ ഉണ്ട്. ടോസ് ചെയ്യുന്നതിൽ നന്മയില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ ടോസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സയൻസോ ലോജിക്കലോ റാഷണലോ ഉണ്ടോ? രണ്ടുപേരിൽ ആരാദ്യം ബാറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒരു നാണയം മുകളിലിട്ടിട്ടാണ്. അത് ഹെഡ് വരികയാണെങ്കിൽ ഒരാൾ, ടെയിൽ വരികയാണെങ്കിൽ മറ്റേ ആൾ. അതിന് സയൻസ് വേണമെന്നൊന്നുമില്ല, യൂസ്ഫുള്ളാണത്, അത്രയേ ഉള്ളൂ, പ്രയോജനപ്പെടണം. അപ്പോ ഇത് പ്രയോഗിക്കുന്നവർ കാണിക്കുന്ന തെറ്റുകളാണ് പലപ്പോഴും ഡേഞ്ചറസ് ആവുന്നത്. അപ്പോൾ ഞാൻ ആ ദേവപ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്ന്. ഇനി വേറൊന്നുകൂടി പറയാം. നമ്മൾ കേരളത്തിലെ എല്ലാ വ്യക്തികളുടെയും നാവിൻ തുമ്പിലുള്ള ഒരു ജ്യോതിഷി കുടുംബമുണ്ട് തൃശ്ശൂര്. ഞാൻ പേര് പറയുന്നത് ശരിയല്ല, കാരണം അവര് പേര് പറഞ്ഞിട്ടുണ്ട് പ്രഭാഷണങ്ങളിൽ, പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് വീണ്ടും വേണ്ട എന്ന് വിചാരിച്ചിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിലമ്പൂര് ഞാനൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയുണ്ട്. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും മകളുമായിട്ട് നേരിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം സാറിനോട് ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ വലിയ സീരിയസ് പ്രോബ്ലമാണ്, മുഖത്തൊക്കെ നിങ്ങൾ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഈ അച്ഛൻ മകളെയും ഭാര്യയെയും നോക്കിക്കൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സാറേ ഇനി ഇവളുടെ കല്യാണത്തിന് വേണ്ടി ഓരോ ജ്യോത്സ്യന്മാരുടെ വാതിൽ മുട്ടാൻ വയ്യ സാറേ, മടുത്തു, ഗതികേട്. മകളുടെ ജാതകവും നോക്കി ജാതകപ്പൊരുത്തവും നോക്കിയിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, ഏതായാലും അച്ഛനാവാനുള്ള പ്രക്രിയ എളുപ്പമാണ്, പക്ഷെ ഈ പറഞ്ഞത് അപകടമാണ്. ആ കുട്ടി പറഞ്ഞിട്ടല്ല നിങ്ങൾ ആ കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ വികാരമോ ഉണ്ടെങ്കിൽ അവരെ അമ്പലത്തിൽ തൊഴാനായിട്ട് വിട്ടിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്ന് പറയാമായിരുന്നു. നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എങ്ങനെ പറയണം പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, എനിക്കല്ല. പക്ഷെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതുപോലെ പറയുമ്പോൾ ആ കുട്ടി ജാതകം നോക്കിയിട്ട് കല്യാണം കഴിക്കണം, അതിന് അച്ഛനെ ആരെങ്കിലും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അമ്മയോടും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ പദപ്രയോഗം തെറ്റാണ്, ഇപ്പൊ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അയാൾ ഉടനെ താൻ പറഞ്ഞു, ക്ഷമിക്കണം സാറേ, ഞാൻ അങ്ങനെയല്ല, വേദന കൊണ്ട് പറഞ്ഞതാ. ശരി, പറയാൻ പറഞ്ഞു. ഈ അമ്മ, പെൺകുട്ടിയുടെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, സാറേ കരച്ചിൽ വരുന്നു സാറേ, ഞങ്ങൾ വരുന്നത് ഇന്ന ലോകമറിയപ്പെടുന്ന ജ്യോത്സ്യന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. എന്താ പറയൂ, പക്ഷെ എനിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. പറഞ്ഞു, സാറേ ഞങ്ങൾ അകത്തേക്ക് കയറി, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് കാരണം അത്രയും ഉയർന്ന ജ്യോത്സ്യന്റെ അടുത്തേക്ക് തന്നെ പോവാമെന്ന് തീരുമാനിച്ചു. പോയി അവിടെ കയറിയപ്പോൾ തന്നെ ഒരു സ്റ്റൂള് വെച്ചിട്ടുണ്ട്, അതിൽ 1000-ന്റെയും 500-ന്റെയും നോട്ട്. ഈ നോട്ട് പിൻവലിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇത്. ഏതാണ്ട് ഒരു 1.5 വർഷമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 2 വെറ്റിലയും ഒരു അടക്കയും പ്ലസ് 1000-ന്റെയും 500-ന്റെയും നോട്ട് സ്റ്റൂളിലുണ്ട്. ഒരു നാണയമുണ്ട്, 1 രൂപയും. അപ്പൊ ഞങ്ങൾ അകത്തേക്ക് കയറി ഈ 3 പേരെ കണ്ട ഉടനെ തന്നെ ആ ജ്യോത്സ്യൻ, ലോകമറിയപ്പെടുന്ന ജ്യോത്സ്യൻ പറഞ്ഞു, ജാതകപ്പൊരുത്തം നോക്കാനാണ് വന്നതെങ്കിൽ ഈ പൊരുത്തം ചേരില്ല, ഈ 2 ജാതകവും തമ്മിൽ ചേരില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജാതകം തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നോക്കാതെ നിങ്ങൾ എങ്ങനെയാ ചേരില്ല പറയുന്നത്? അയാൾ പറഞ്ഞു, നോക്കേണ്ട കാര്യമില്ല, ദേഷ്യത്തിൽ പറഞ്ഞു അത്ര, നോക്കേണ്ട കാര്യമില്ല, അത് തമ്മിൽ ചേരില്ല. ഈ സ്ത്രീ അപേക്ഷിച്ചു, സാർ തിരുമേനി ഒന്ന് നോക്കിയിട്ട് പറയൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോളൂ, ഞാൻ നോക്കില്ല. അവര് കരഞ്ഞുകൊണ്ട് വന്നത് നേരിട്ട് എൻ്റെ അടുത്തേക്കാണ്. അവരുടെ വീട് ഏതാണ്ട് ആ പ്രദേശത്തിലാണ്. എൻ്റെ പ്രഭാഷണം കണ്ടത്, നോട്ടീസ് കണ്ടതുകൊണ്ട് വന്നതാണ്, ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, തുറന്നു നോക്കാതെ ഈ ജാതകം ചേരില്ല എന്ന് പറയാൻ ഒരു കാരണം, അവിടെ കണ്ട ഏതോ ശകുനം, ഒന്നില്ലെങ്കിൽ പട്ടി കുറച്ച് കാണും, അല്ലെങ്കിൽ വല്ല പല്ലി താഴെ വീണ് കാണും, അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു അപശകുനത്തിന്റെ വാക്കുകൾ അവിടെ വന്നു കാണും, വേറെ ആരുടെങ്കിലും അടുത്തുനിന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്തതാണ്. ഞാൻ ഇവരോട് നീ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയണില്ല. എന്നിട്ട് ഈ 2 പേരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് നല്ല ഒരു
നല്ല ഒരു അലയൻസ് കിട്ടുകയാണെങ്കിൽ അവരോടും ഇവരോടും പറഞ്ഞ് ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് ഒരു ദിവസത്തെ ഉദയാസ്തമയ പൂജ നടത്തിയിട്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നടത്തണം നിർബന്ധമൊന്നുമില്ല, അത് നടത്തിയത് കൊണ്ട് എല്ലാം ശരിയാവുന്നു, നടത്തിയില്ലെങ്കിൽ തെറ്റാവുന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. എന്തിനാ വെറുതെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറത്തേക്ക് പോകുന്നത്? ഇതേ ജാതകം നിങ്ങൾ വേറൊരാളുടെ അടുത്ത് കാണിച്ചു എന്ന് വിചാരിക്കാം, ഭംഗിയായിട്ട് യോജിച്ചു എന്ന് പറയും. പിന്നെ വേറൊരാളുടെ അടുത്ത് എന്ന് കാണിച്ചു എന്ന് വിചാരിക്കാം, ഇത് യോജിക്കില്ല എന്ന് പറയും. പിന്നെ വേറൊരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നിട്ട് കാണിച്ചു എന്ന് വിചാരിക്കാം, അയാൾ പറയും എന്തിനാ ഇപ്പൊ ധൃതി പിടിക്കുന്നേ, 27 വയസ്സല്ലേ ആയുള്ളൂ, 6 മാസത്തിനകം കുറെ കൂടി നല്ല ഒരു ജാതകം വരും. ഇങ്ങനെ പലതും പറഞ്ഞ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഈ ജീവിതത്തിൽ തീരാന്നുള്ളതില്ല. ജാതകം നോക്കിയാലും പ്രോബ്ലം ഉണ്ടാവേണ്ടതുണ്ടാവും. ചിലപ്പോൾ ജാതകം നോക്കിയിട്ട് ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാതെ ജീവിക്കും. പിന്നെ ജീവിതത്തിൽ എന്തായാലും പ്രോബ്ലം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലം. അപ്പോ അവരതും കേട്ട് പോയി. പിന്നെ ഞാൻ അന്വേഷിക്കാൻ പോയില്ല, എൻ്റെ ജോലിയല്ല. ഞാൻ ഈ 2 സംഭവം, ഒന്ന് കുളത്തിൽ നിന്ന് വിഗ്രഹമെടുക്കുന്ന AKGയുടെ ആ പ്രദേശത്തുള്ള അതും ഇതും, ഇതേ ജ്യോത്സ്യൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പാരിപ്പള്ളിയിൽ ഞാനൊരു അമ്പലത്തിലെ പ്രഭാഷണത്തിന് പോയിരുന്നു. ഈ പാരിപ്പള്ളിയിൽ ഏതാണ്ട് ഹൈവേയുടെ അടുത്താണ് അമ്പലം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ അമ്പലത്തിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പൊ ചില ക്രിസ്ത്യൻസ് സ്ക്രൂ ചെയ്ത് ഈ അമ്പലത്തിലെ കുഴപ്പമാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് ഇതേ ജ്യോത്സ്യനെ, ഈ വിവാഹത്തിൽ ചേരില്ല എന്ന് പറഞ്ഞ ജ്യോത്സ്യനെ തന്നെ വാസ്തുവിദ്യയും അറിയാവുന്ന സ്ഥിതിക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു. പാരിപ്പള്ളിയിലെ അമ്പലത്തിൽ കൊണ്ടുവന്നു. അമ്പലത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഏതാണ്ട് ഒരു 18ാമത്തെ ദിവസമാണ് ഞാൻ അവിടെ പ്രഭാഷണത്തിന് പോകുന്നത്. അപ്പൊ ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ജ്യോത്സ്യൻ അവിടെ വന്ന് കയറിയ ഉടനെ ചോദിച്ചു, ഏത് കഴുതയാണ് ഈ അമ്പലത്തിലെ വാസ്തുവിദ്യയുടെ ചിത്രം വരച്ചു കൊടുത്തത്, വാസ്തു ഉപദേശകനായിട്ട് നിന്നത് ഏത് കഴുതയാണെന്നൊരു ചോദ്യം ചോദിച്ചു. അമ്പലത്തിലെ സെക്രട്ടറി തന്നെയാണ് എന്നോട് പറഞ്ഞത്. NSSന്റെ നേരിട്ട് കീഴിൽ അല്ലെങ്കിലും നായേഴ്സ് ഗ്രൂപ്പിന്റെ അമ്പലമാണ്. ഏത് കഴുതയാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ വാസ്തു ഇത് വരച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. ഏതായാലും ആ തിരുമേനിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ചായയും ബാക്കിയുടെ എല്ലാം കൊടുത്ത് കുറെ ചർച്ച ചെയ്തിട്ട് തിരുമേനി ചോദിച്ചു, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, ആ വരച്ചത് എല്ലാം തരാൻ പറഞ്ഞു. ആ വരച്ചതെല്ലാം തിരുമേനിയുടെ കൈ കൊടുത്തു. തിരുമേനി അത് തുറന്നു നോക്കിയപ്പോൾ തിരുമേനി തന്നെ വരച്ചു കൊടുത്തതാ, ഇദ്ദേഹം തന്നെ വരച്ചു കൊടുത്തതാണത്. ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല, ഇത് നേരിട്ട് അമ്പലത്തിലെ സെക്രട്ടറി എന്നോട് പറഞ്ഞതാണ്. ഇതിൻ്റെ അർത്ഥം അമ്പലത്തിൽ വാസ്തു അല്ലെങ്കിൽ ക്ഷേത്ര ശില്പങ്ങൾ നോക്കാതെ അമ്പലം പണിയണമെന്നല്ല, പരിമിതിയുണ്ട്. അതാണ് അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ് പോവല്ലേ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹത്തിൽ പൊരുത്തമുണ്ടെങ്കിൽ അതുമായിട്ട് പോവാം. പക്ഷേ ഈ 1000-ന്റെയും 500-ന്റെയും 1-ന്റെയും നോട്ട് വെച്ചതിൻ്റെ പുറകിൽ എന്താണെന്ന് കൂടി ഒന്ന് വെറുതെ അറിയണം. അതായത് കയറി വരുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടുത്തെ ദക്ഷിണ 1501 മനസ്സിലാക്കിക്കൊള്ളണം. പൊരുത്തം നോക്കുന്നതിനും മറ്റുള്ളതിനും 1501 മിനിമം. അതാണത് മാറ്റാതെ വെച്ചിരിക്കുന്നത്. അതും തെറ്റാണെന്ന് ഞാൻ പറയണില്ല, കാരണം അവരുടെ ഉപജീവന മാർഗമാണത്. അപ്പൊ ഇതൊക്കെ കുറേയൊക്കെ പാർട്ട്ലി ബിസിനസ്, കുറേയൊക്കെ പാർട്ട്ലി തോന്നൽ പറയല്, കുറേയൊക്കെ ലക്ക്, കുറേയൊക്കെ അൺലക്ക്, ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു പ്രവചനത്തില് അതാണ് ജീവിതത്തിൽ അവസാനത്തെ വാക്കെന്ന് വിചാരിക്കല്ലേ. അതിലും നല്ലതുണ്ടാവും. അതാണ് അവസാനത്തെ വാക്കെന്ന്. നിങ്ങൾ കുറെ കൂടി ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം. എന്തെങ്കിലും സംഭവിച്ചാൽ അനുഭവിക്കാനും റെഡിയാവണം. ഇതിപ്പോ ജാതകം നോക്കിക്കഴിഞ്ഞിട്ട് സംഭവിക്കാനും തയ്യാറാവണ്ടേ. ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു MRI സ്കാനിങ് കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. കുറേ MRI എടുത്താണ്. അപ്പോൾ MRI സ്കാനിങ് എടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ CT സ്കാനിങ് എങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്കാനിങ് എടുക്കാതെ ഓപ്പറേഷൻ നടത്തുമ്പോൾ വല്ലതും സംഭവിച്ചാൽ അത് അനുഭവിച്ചോളണം എന്ന് പറഞ്ഞു. സ്കാനിങ് എടുത്ത് വല്ലതും സംഭവിച്ചാലോ ഞങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? ഡോക്ടർ അനുഭവിക്കുമോ? ഇല്ലല്ലോ, ഞങ്ങൾ തന്നെ അനുഭവിക്കണം. പല ആശുപത്രികളിലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ണട വെച്ചാൽ പോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസിന്റെയും ഷെയർ ബിസിനസിന്റെയും ഫോം ഫില്ല് ചെയ്യുന്ന മാതിരി ചെറുതായിട്ട്, ഒരിക്കലും മുഴുവനെ വായിച്ചു നോക്കില്ല, ഒപ്പിട്ട് കൊടുക്കാനേ പതിവുള്ളൂ.
അതിനകത്തില്ലേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കണ്ടീഷനൊക്കെ? വിജയിച്ചാൽ ഭാഗ്യം, വിജയിച്ചില്ലെങ്കിൽ യോഗം, തലവിധി. അത് തന്നെയല്ലേ എല്ലാത്തിലും? അത് തന്നെയാണ്. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണമായാൽ ഭാഗ്യം. ഒരു സ്ഥലത്ത് ഭൂമി 5 സെന്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ നല്ല ഭൂമിയാണ്, ചുറ്റുപാടുള്ളവർ നല്ലതാണെങ്കിൽ ഭാഗ്യം. നല്ലവരാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് അബദ്ധമുള്ളവരാണെന്ന്. അനുഭവിച്ചോളണം. ഇത് എല്ലാത്തിനും ആപ്ലിക്കബിളാണ്. നല്ല വണ്ടിയാണെന്ന് പറഞ്ഞ് മേടിച്ചു, നല്ല വണ്ടിയല്ല. നല്ല മരുമകളാണെന്ന് വിചാരിച്ചു, നല്ല മരുമകളല്ല. നല്ല മരുമകനാണെന്ന് വിചാരിച്ചു, നല്ല മരുമകനല്ല. വീട് പണിയാൻ നല്ല കോൺട്രാക്ടറാണെന്ന് വിചാരിച്ചു, പിന്നെയാ മനസ്സിലായത് പറ്റിക്കലാണെന്ന്. ഇതെല്ലാത്തിനും ആപ്ലിക്കബിൾ അല്ലേ? അതുകൊണ്ട് ഈ വിവാഹം, ജ്യോതിഷം, പൊരുത്തം, വാസ്തു, ഇതിലെല്ലാം അവസാനത്തെ വാക്കുകളൊന്നും അല്ല. ലോകത്തിലെ അവസാനത്തെ വാക്ക് ഒന്നേ ഉള്ളൂ. അവസാനത്തെ വാക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവസാനത്തെ സന്ദേശം. ഒന്നിനെക്കുറിച്ചും അവസാനമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് അവസാനത്തെ വാക്കെന്ന് നിങ്ങളും വിചാരിക്കേണ്ട എന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.